ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ GPS തേർഡ് ലെക്ചറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളാണ് കോഡ് ഫേസ് ആൻഡ് കാരിയർ ഫേസ് മെഷർമെൻറ്റ്സ്, GPS എറേഴ്സ് ആൻഡ് ബയാസസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് GPS. ഇത്ര കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എന്താണ് കോഡ് ഫേസ് മെഷർമെൻറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ. സാറ്റലൈറ്റും റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് റേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അപ്പോൾ അത് രണ്ട് തരത്തിലാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് 2 ടൈപ്പ് മെഷർമെൻറ്റ്സ് ഉണ്ട് നമ്മൾ GPS. ഒന്ന് കോഡ് ഫേസ് മെഷർമെൻറ്റ്സ് ആണ്, സെക്കൻഡ് കാരിയർ ഫേസ് മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് മെഷർമെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം കോഡ് ഫേസ് മെഷർമെൻറ്റ്. ദാറ്റ് ഈസ് വെൻ ദി സ്യൂഡോ റാൻഡം കോഡ്സ്, ദാറ്റ് ഈസ് PR. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗ്നൽ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരിയർ വേവ്സ് ഉണ്ട്, സ്യൂഡോ റാൻഡം കോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എഫിമറൽ സിഗ്നൽസ് ഉണ്ട്. 3 സിഗ്നൽ സ്ട്രക്ചേഴ്സാണ് എന്തിലുള്ളത്, GPS എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാവൽ ടൈമിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന സിഗ്നലാണെന്ത്, ഇറ്റ് ഈസ് സ്യൂഡോ റാൻഡം കോഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ റാൻഡം നോയ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് when the pseudo-random noise code is transmitted from the satellite, the receiver generates an exact replica of that code. സാറ്റലൈറ്റിൽ നിന്ന് എപ്പോഴാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോഴന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിസീവറിൽ അതിൻ്റെ ഒരു എക്സാക്ട് റെപ്ലിക്ക ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. റിമെമ്പർ ദാറ്റ് എ GPS receiver determines the travel time of a signal from a satellite by comparing pseudo-random codes. It's generating with an identical code in the signal from the satellite. അപ്പോൾ ഇതിൻ്റെ ട്രാവൽ ടൈം, ഈ സിഗ്നൽസിൻ്റെ ട്രാവൽ ടൈം റിസീവർ കണ്ടുപിടിക്കുന്നത് ബൈ കമ്പയർ ചെയ്തിട്ട് ഈ സ്യൂഡോ റാൻഡം നോയ്സ് കോഡ്സിനെ കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ റിസീവർ നമ്മളെ സാറ്റലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സെയിം സ്യൂഡോ റാൻഡം കോഡ്സിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമ്പാരിസൺ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ടൈം ഓഫ് സിഗ്നൽസ് കണ്ടെത്തുന്നത്. ദ റിസീവർ സ്ലൈഡ്സ് ഇറ്റ്സ് കോഡ്സ് ലേറ്റർ ആൻഡ് ലേറ്റർ ഇൻ ടൈം until it synchronizes up with satellite code. The amount it has to slide the code is equal to the signal travel time. റിസീവർ എന്ത് ചെയ്യും, അതങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ സിങ്ക്രണൈസ് ആയിട്ട് നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നത് അതുവരെ സ്ലൈഡ് ചെയ്യും. അപ്പോൾ എത്ര സമയം സ്ലൈഡ് ചെയ്തോ ആ സമയമാണെന്ത് ട്രാവൽ ടൈം ഓഫ് ദാറ്റ് സിഗ്നൽ. മൾട്ടിപ്ലൈ ദി ട്രാവൽ ടൈം ബൈ ദി സ്പീഡ് ഓഫ് ലൈറ്റ്. ഇനി ഈ ട്രാവൽ ടൈം സ്പീഡ് ഓഫ് ലൈറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഗീവ് ദി റേഞ്ച് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ. അപ്പോൾ നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ കിട്ടും. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദ ബിറ്റ്സ്, ദാറ്റ് ഈസ് ദ സൈക്കിൾ ഓഫ് ദി സ്യൂഡോ റാൻഡം കോഡ് ആർ സോ വൈഡ്. ഒരു പ്രോബ്ലം ഉള്ളത് എന്താണ്, സ്യൂഡോ റാൻഡം കോഡിൻ്റെ സൈക്കിൾ ഡിജിറ്റൽ ഇതാണ്, ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സൈക്കിൾ എന്താണ്, കുറച്ച് വൈഡറാണ്. ദാറ്റ് ഈവൻ ഇഫ് യു ഡു ഗെറ്റ് സിങ്ക്രണൈസ്ഡ് ആവും ദർ ഇസ് എ സ്റ്റിൽ പ്ലെൻറ്റി ഓഫ് സ്ലോ. സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദ പ്രോബ്ലം വിത്ത് ദി കോഡ് ഫേസ് GPS, ഇറ്റ്സ് കമ്പയറിംഗ് സ്യൂഡോ റാൻഡം കോഡ്സ് ദാറ്റ് ഹാവ് എ സൈക്കിൾ വിത്ത് ആൾമോസ്റ്റ് മൈക്രോ സെക്കൻഡ്സ് ആൻഡ് അറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് മൈക്രോ സെക്കൻഡ് ഈസ് ആൾമോസ്റ്റ് 300 മീറ്റേഴ്സ് ഓഫ് ഇയർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 300 മീറ്റർ ഇറർ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, അതിൻ്റെ സൈക്കിൾ വിഡ്ത്ത് ആൾമോസ്റ്റ് മൈക്രോ സെക്കൻഡ്സാണ് സ്യൂഡോ റാൻഡം കോഡ്സിൻ്റെ. അപ്പോൾ അതിൽ ചെറിയൊരു ഇറർ വന്നാൽ തന്നെ നമുക്കൊരു 300 മീറ്റർ
ഇറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഒരു കോഡ് ഫേസ് മെഷർമെൻറ്റ്സിൻ്റെ ഒരു പ്രശ്നം. ഇനി കോഡ് ഫേസ് മെഷർമെൻറ്റ് GPS isn't really that bad because receiver designers have come up with ways to make sure that the signals are almost perfectly in phase. Good machines get within the percent within a percent or two, but still at least 3 to 6 meters of error. അപ്പോൾ കോഡ് ഫേസ് മെഷർമെൻറ്റ്സ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇററെല്ലാം എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യാൻ റിസീവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇറർ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വളരെ കുറഞ്ഞേ വരുന്നുള്ളൂ, പക്ഷേ ഒരു 3 to 6 മീറ്റർ ഇറർ വരാറുണ്ട് താനും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കോഡ് ഫേസ് മെഷർമെൻറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് സ്യൂഡോ റാൻഡം കോഡ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വരച്ച് കാണിച്ചതെന്നാണ്. ഇപ്പോൾ റിസീവറിൻ്റെയും ഫേസ് ഡിഫറൻറ്റ്, റിസീവറിൽ വരുന്ന സ്യൂഡോ റാൻഡം കോഡ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ സാറ്റലൈറ്റിൻ്റെ സ്യൂഡോ റാൻഡം കോഡ്സിൻ്റെയും ഫേസ് ഡിഫറൻസ് അളന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടൈം ഓഫ് ട്രാവൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടൈം ഓഫ് ട്രാവലിൻ്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റേഞ്ച് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് റിസീവർ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് മെഷർമെൻറ്റ് നോക്കാം. ദാറ്റ് ഈസ് കാരിയർ ഫേസ് മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് ദ അനദർ വേ ഓഫ് മെഷറിംഗ് ദി റേഞ്ച് ടു ദി സാറ്റലൈറ്റ് that can be obtained through the carrier phases. The range would simply be the sum of total number of full carrier cycle plus fraction cycle at the receiver and the satellite multiplied by the carrier wavelength. അപ്പോൾ നമ്മൾ കാരിയർ വേവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരിയർ വേവ്സ് എന്ന് പറഞ്ഞാൽ സൈനസോയിഡൽ വേവ്സ് ആണ്. ദാറ്റ് ഈസ് ഈ ഒരു ടൈപ്പ്, ഇതാണ് സൈനസോയിഡൽ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് വേവ്സ് ആണ് കാരിയർ വേവ്സ് വരുന്നത്. അപ്പോൾ ഈ കാരിയർ വേവ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്, അതിൻ്റെ റേഞ്ച് കണ്ടെത്തുന്നത് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് കണ്ടെത്തും ഇൻറ്റു വേവ് ലെങ്ത് ഓഫ് 1 സൈക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ റേഞ്ച് കിട്ടും. അങ്ങനെയാണ് കാരിയർ വേവ് മെഷർമെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ദ റേഞ്ച് ഡിറ്റർമൈൻഡ് വിത്ത് ദി കാരിയർ വേവ് ആർ ഫാർ മോർ അക്യുറേറ്റ് ദാൻ ദോസ് വിത്ത് കോഡ്സ്. അപ്പോൾ സ്യൂഡോ റാൻഡം കോഡ്സ് കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് കോഡ് ഫേസ് മെഷർമെൻറ്റ്സിനേക്കാളും കുറച്ചും കൂടി അക്യുറേറ്റ് ആണെന്ത്, കാരിയർ ഫേസ് മെഷർമെൻറ്റ്സ്. This is due to the fact that the wavelength or resolution of the carrier phase 19 cm in the case of L1 frequency is much smaller than that of those of the chords. There is, however, one problem. The carrier are just pure sinusoidal waves, which means that all cycles look same. Therefore, GPS receiver has no means to differentiate one cycle from another. In another word, receiver, when it switched on, cannot determine the total number of the complete cycles between satellite and receiver. It can only measure the fraction of cycles very accurately, while the initial number of complete cycles are unknown. Therefore, commonly known as initial cycle ambiguity bias. അപ്പോൾ കാരിയർ ഫേസ് മെഷർമെൻറ്റ്സിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദർ ഈസ് ആംബിഗിറ്റി ബയാസ്. ആംബിഗിറ്റി ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരിയർ ഫേസിലെ സൈക്കിൾസ് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇനീഷ്യലായിട്ടുള്ള നമ്പർ ഓഫ് സൈക്കിൾസ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രയാസത്തിലാണ് നമ്മളെന്താ പറയുന്നത്, ഇനീഷ്യൽ ആംബിഗിറ്റി എന്ന് പറയുന്നത്. അതാണ് കാരിയർ ഫേസ് മെഷർമെൻറ്റ്സിന് വരുന്ന ഒരു പ്രോബ്ലം. ഇനി ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇഫ് ദി ഇനീഷ്യൽ സൈക്കിൾ ആംബിഗിറ്റി പാരാമീറ്റേഴ്സ് ആർ റിസോൾവ്ഡ്, accurate range measurements can be obtained, which leads to accurate position determination. This high accuracy position can be achieved through so-called relative positioning techniques, either in real time or in post-processing mode. This requires two GPS receivers simultaneously tracking the same satellite in view.
അപ്പോൾ നമുക്ക് ഈ ആംബിഗ്വിറ്റി മെഷേഴ്സ് എല്ലാം റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള റേഞ്ച് മെഷർമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഈ റേഞ്ച് മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റേഞ്ച് മെഷർമെൻറ്റ്സ് അക്യുറേറ്റ് ആയാൽ മാത്രമേ നമ്മൾ പൊസിഷനിങ്ങും എന്താവുള്ളൂ, അക്യുറേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇതാണ് കാരിയർ ഫേസ് മെഷർമെൻറ്റ്സ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻറ്റു വേവ് ലെങ്ത്, അതാണ് എന്താ ഡിസ്റ്റൻസ്. ഈ അൺനോൺ ആയിട്ടുള്ള ഫസ്റ്റ് ഇനീഷ്യലായിട്ട് വരുന്ന കുറച്ച് പോർഷൻസ് ആണ് അൺനോൺ ആയിട്ട് വരുന്നത്. അതിനാണ് നമ്മളിത് പറയുന്നത് ഇനീഷ്യൽ ആംബിഗ്വിറ്റി. ഇറ്റ് ക്യാൻ ബി റിസോൾവ് ചെയ്യാൻ പറ്റുന്ന. ഇനി GPS errors and biases. GPS pseudo range and carrier phase measurements are both affected by several type of random errors and biases. അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും, ദാറ്റ് ഈസ് കോഡ് ഫേസ് മെഷർമെൻറ്റ്സും കാരിയർ ഫേസ് മെഷർമെൻറ്റ്സും കുറച്ച് ഇറർ വരാൻ സാധ്യതയുണ്ട്. These errors may be classified as those originating at സാറ്റലൈറ്റിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന എറേഴ്സ്, those originating at the റിസീവറിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്, those are due to the signal propagation, സിഗ്നൽ അറ്റ്മോസ്ഫിയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴുള്ള എറേഴ്സ്. ഇനി എറേഴ്സ് ഒറിജിനേറ്റിംഗ് അറ്റ് ദി സാറ്റലൈറ്റ് ഇൻക്ലൂഡ് എഫിമറിസ് ഓർ ഓർബിറ്റൽ എറർ. സാറ്റലൈറ്റിലെ എറേഴ്സ് ആണ് പറയുന്നത്. എഫിമറിസ് എറർ ഉണ്ട്, ഓർബിറ്റൽ എറേഴ്സ് ഉണ്ട്, സാറ്റലൈറ്റ് ക്ലോക്ക് എറേഴ്സ് ഉണ്ട്, എഫക്റ്റ് ഓഫ് സെലക്റ്റീവ് അവൈലബിലിറ്റി ഉണ്ട്. ദെൻ എറേഴ്സ് ഒറിജിനേറ്റിംഗ് അറ്റ് ദി റിസീവർ എന്ന് പറഞ്ഞാൽ റിസീവർ ക്ലോക്ക് എറേഴ്സ് ഉണ്ട്, മൾട്ടിപാത്ത് എറർ ഉണ്ട്, റിസീവർ നോയ്സ് ഉണ്ട്, ആൻറ്റിന ഫേസ് സെൻറ്റർ വേരിയേഷൻ ഉണ്ട്. ഇനി സിഗ്നൽ പ്രൊപ്പഗേഷൻ ഇറേഴ്സ് ഇൻക്ലൂഡ്സ് ഡിലേ ഓഫ് ദി സിഗ്നൽ ആസ് ഇറ്റ് പാസസ് ത്രൂ ദി അയനോസ്ഫിയറിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോഴുള്ള ഒരു ഡിലേ വരുന്നുണ്ട്. ആൻഡ് ട്രോപ്പോസ്ഫിയർ ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ഓൺലി ഇൻ എ വാക്വം ദാറ്റ് GPS സിഗ്നൽ ട്രാവൽസ് ഓർ പ്രൊപ്പഗേറ്റ് അറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ വാക്വത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, GPS സിഗ്നൽസ് വെലോസിറ്റി ഓഫ് ലൈറ്റിൽ സഞ്ചരിക്കുകയുള്ളൂ. ഇൻ അഡീഷൻ ടു ദി എഫക്റ്റ് ഓഫ് ദിസ് എറേഴ്സ്, ദ അക്യുറസി ഓഫ് കമ്പ്യൂട്ടഡ് GPS പൊസിഷൻ ഈസ് ആൾസോ എഫക്റ്റഡ് ബൈ ജിയോമെട്രിക് ലൊക്കേഷൻ ഓഫ് ദി GPS സാറ്റലൈറ്റ് ആസ് സീൻ ബൈ ദി റിസീവർ. അപ്പോൾ ജിയോമെട്രിക് ലൊക്കേഷൻ ഓഫ് ദി സാറ്റലൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്, പൊസിഷൻ്റെ അക്യുറസിനെ തീരുമാനിക്കുന്നുണ്ട്. ദ മോർ സ്പ്രെഡ് ഔട്ട് ദി സാറ്റലൈറ്റ് ഇൻ ദി സ്കൈ ദ ബെറ്റർ ദ ഒബ്റ്റൈൻഡ് അക്യുറസി. കൂടുതൽ ഇങ്ങനെ വൈഡറായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്താൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതാണ്. ഇനി ആദ്യം നമുക്ക് GPS എഫിമറസ് എറേഴ്സ് നോക്കാം. സാറ്റലൈറ്റ് പൊസിഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം, which are includes in the broadcast satellite navigation message. Nominally, as ephemeris errors is usually in order of 2 meter to 5 meter and can be reached up to 50 meter under selective availability. The range error due to the combined effect of ephemeris and satellite clock error is of order of 2.3 meters. An ephemeris errors for a particular satellite is identical to GPS users worldwide. However, as different users see the same satellite at different view angle, the effect of ephemeris errors on the range measurement and consequently in computed position is different. Ephemeris error എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ എല്ലാം ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ് എന്ത് ചെയ്യാണ് കണക്കാക്കാറുള്ളത്. നമ്മൾ ഓർബിറ്റിലുള്ള സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ എല്ലാം കണക്കാക്കാറുള്ളത് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈമാണ്. ഇതെല്ലാം എന്തിനുണ്ട്, നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് എഫിമറിസ് സിഗ്നൽസിലുണ്ട്, നമ്മൾ പറഞ്ഞതാണ് ബ്രോഡ്കാസ്റ്റിംഗ് സിഗ്നൽസിലുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ വരുന്ന എററാണെന്ത്, എഫിമറിസ് എറർ എന്ന് പറയുന്നത്. സാധാരണ 2 meter to 5 meter ആണ്
അതിൽ ഇറർ വരാറുള്ളത് ഒരു 50 സെലക്റ്റീവ് അവൈലബിലിറ്റിയിൽ 50 മീറ്റർ വരെ വരാറുണ്ട്. അപ്പോൾ കമ്പൈൻഡ് എഫക്റ്റ് ക്ലോക്ക് ഇററും അതുപോലെ തന്നെ എഫിമറസ് ഇററിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് വരുന്നത് ഒരു 2.3 മീറ്റേഴ്സാണ്. ഇനി ഇറേഴ്സ് ഡ്യൂ ടു സെലക്റ്റീവ് അവൈലബിലിറ്റി. ടു എൻഷുർ ദി നാഷണൽ സെക്യൂരിറ്റി, US Department of Defense implemented the so-called selective availability on Block 2 satellite to deny the accurate real-time autonomous positioning to unauthorized users. അപ്പോൾ സെലക്റ്റീവ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ GPS എന്ന് പറഞ്ഞാൽ US ഒരു പ്രോപ്പർട്ടിയാണ്, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തുടങ്ങിയാണ് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി തുടങ്ങിയാണ് എന്ത് സെലക്റ്റീവ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെലക്റ്റീവ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെനി ദി അക്യുറേറ്റ് റിയൽ ടൈം ഓട്ടോണമസ് പൊസിഷനിങ് ടു ദി അൺഓതറൈസ്ഡ് യൂസേഴ്സ്. അൺഓതറൈസ്ഡ് യൂസേഴ്സിന് എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ടുള്ള ഡാറ്റ കൊടുക്കില്ല. സെലക്റ്റീവ് അവൈലബിലിറ്റി ഇൻട്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ഇറേഴ്സ്. 2 ടൈപ്പ് ഇറേഴ്സാണ് സെലക്റ്റീവ് അവൈലബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കാൾഡ് ഡെൽറ്റ ഇറർ റിസൾട്ട് ഫ്രം ഡിതറിങ് ദി സാറ്റലൈറ്റ് ക്ലോക്ക് ദാറ്റ് ഈസ് കോമൺ ടു ഓൾ യൂസേഴ്സ്. ഒന്ന് ഡെൽറ്റ എററാണ്, അത് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെയാണ്. ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് എപ്സിലോൺ എറർ. ദിസ് ഈസ് അഡീഷണൽ സ്ലോലി വേറിങ് ഓർബിറ്റൽ എറർ. ഓർബിറ്റൽ എറർ കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ത് സെക്കൻഡ് എപ്സിലോൺ എറർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പാണ്, ഡെൽറ്റ എററും എപ്സിലോൺ എററും. ഇനി സാറ്റലൈറ്റ് ആൻഡ് റിസീവർ ക്ലോക്ക് എറേഴ്സ്. Each receiver Block 2 and Block 2A satellite contains 4 atomic clocks, 2 cesium and 2 rubidium. അപ്പോൾ സാറ്റലൈറ്റിലുള്ളത് cesium ആറ്റോമിക് ക്ലോക്സും റുബീഡിയം ആറ്റോമിക് ക്ലോക്സും ആണ്. ന്യൂവർ ജനറേഷൻ ബ്ലോക്ക് 2R സാറ്റലൈറ്റ്സ് carrying റുബീഡിയം ക്ലോക്സ് ഉണ്ട്. ന്യൂവർ സാറ്റലൈറ്റ്സിലൊക്കെ റുബീഡിയം ക്ലോക്ക് മാത്രമേ ഉള്ളൂ, ആറ്റോമിക് ക്ലോക്ക് മാത്രമേ ഉള്ളൂ. The GPS satellites, although highly accurate, are not perfect. Accurate ആണ്, പക്ഷേ fully perfect അല്ല. The satellite clock error is about 8.6 to 17.28 nanoseconds. Corresponding range error എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റലൈറ്റ് ക്ലോക്ക് എറർ വരുന്നത് 8.64 to 17.28 നാനോസെക്കൻഡ്സ് എറർ വരുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഞ്ച് എറർ വരുന്നത് 2.59 മീറ്റർ ടു 5.18 മീറ്റർ ആണ്. This can be easily calculated by multiplying the clock error by the speed of light. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ക്ലോക്ക് എറർ വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് വെച്ചിട്ടാണ്. സിസിഎം ക്ലോക്ക് ടെൻസ് ടു ബിഹേവ് ബെറ്റർ ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം കമ്പയർഡ് വിത്ത് റുബീഡിയം ക്ലോക്ക്. സിസിഎം ക്ലോക്കാണ് കുറച്ചുകൂടി ഓവർ എ ടൈം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് ക്ലോക്ക് എറേഴ്സ് കോസ് അഡീഷണൽ എറർ ടു ദി GPS measurement. These errors are common to all users observing the same satellite and can be removed through differentiating between the receivers. അപ്പോൾ ഈ ഇറേഴ്സ്, ഈ സാറ്റലൈറ്റ് ക്ലോക്ക് എറർ എന്ന് പറയുന്നത് എന്താണ്, ആ സാറ്റലൈറ്റിനെ ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി GPS ക്ലോക്ക് എററാണ്. GPS receivers in contrast use GPS receiver in contrast use the inexpensive crystal clock. നമ്മൾ സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആറ്റോമിക് ക്ലോക്കാണ്. പക്ഷേ റിസീവറിൽ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ ക്ലോക്സ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള, വിച്ച് ആർ ലെസ് അക്യുറേറ്റ് ദാൻ സാറ്റലൈറ്റ് ക്ലോക്ക്. അക്യുറസി കുറവാണ്. ആസ് സച്ച് ദ റിസീവർ ക്ലോക്ക് എറർ ഈസ് മച്ച് ലാർജർ ദാൻ ദാറ്റ് ഓഫ് GPS സാറ്റലൈറ്റ് ക്ലോക്ക്. അതുകൊണ്ട് റിസീവർ ക്ലോക്ക് എറർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. It can however be removed through differentiate between the satellite, or it can be treated as an additional unknown parameter in the estimation process. Estimation processൽ ഒരു അഡീഷണൽ പാരാമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്ലോക്ക് എറേഴ്സ് എല്ലാം നമുക്ക് കുറക്കാൻ പറ്റും. ഇനി മൾട്ടിപാത്ത് എററാണ്. മൾട്ടിപാത്ത് എറർ എന്ന് പറഞ്ഞാൽ ഈസ് എ മേജർ എറർ
source for both the carrier phase and pseudo range measurements. Multipath errors occurs when GPS signal arrives at the receiver antenna through different path. ഈ എറർ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ GPS സിഗ്നൽ അത് റിസീവറിലോട്ട് വരുന്നത് ഡിഫറെൻറ്റ് പാത്ത് നിന്ന്, ഒറ്റ പാത്ത് നിന്നല്ല, നേരിട്ട് അല്ലാതെ ഡിഫറെൻറ്റ് പാത്ത് നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴാണ്. ദിസ് പാത്ത് ക്യാൻ ബി ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് signal and reflected signals from the objects surrounding the receiver antenna. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടും വരാം, റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുന്ന സിഗ്നൽസും ആവാം. മൾട്ടിപാത്ത് ഡിസ്റ്റോർട്ട് ദി ഒറിജിനൽ സിഗ്നൽ ടു ദി ഇൻ്റർഫേസ് വിത്ത് ദി റിഫ്ലക്റ്റഡ് സിഗ്നൽസ് ഓഫ് ദി GPS antenna. It affects both carrier phase and pseudo range measurements. However, its size is much larger in pseudo range measurements. അപ്പോൾ ഈ ടൈപ്പ് മെഷർമെൻറ്റ് ഈ മൾട്ടിപാത്ത് കൊണ്ട് നമ്മളെ സിഗ്നലിന് ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരിയർ ഫേസ് മെഷർമെൻറ്റ്സിനെയും അതുപോലെ തന്നെ കോഡ് ഫേസ് മെഷർമെൻറ്റ്സിനെയും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് സ്യൂഡോ റേഞ്ച് മെഷർമെൻറ്റ്സിനാണ്. There are, however, several options to reduce the effect of multipath. The straightforward option is to select an observation site with no reflecting object in the vicinity of the receiver antenna. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ റിസീവർ വെക്കുന്ന ഏരിയയിൽ എന്തുണ്ടാവാൻ പാടില്ല, റിഫ്ലക്റ്റിംഗ് ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ അഷ്യൂർ ചെയ്യണം. അനദർ ഓപ്ഷൻ ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് മൾട്ടിപാത്ത് ഈസ് യൂസ് ടു എ ചോക്കറിംഗ് ആൻറ്റിന. ചോക്കറിംഗ് ആൻറ്റിന ഉപയോഗിക്കുക. ചോക്കറിംഗ് ഡിവൈസ് ഈസ് എ ഗ്രൗണ്ട് പ്ലെയിൻ that has several concentric metal hoops which attenuate the reflected signals. അപ്പോൾ ചോക്ക് ആൻറ്റിന ഉപയോഗിച്ചാൽ നമുക്ക് നേരെ റിഫ്ലക്റ്റഡ് സിഗ്നൽസിനൊന്നും അത് റിസീവ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ആൻറ്റിന ഫേസ് സെൻറ്റർ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന എററാണ്. GPS ആൻറ്റിന റിസീവ് the incoming satellite signal and then converts its energy into an electric current, which can be handled by GPS receiver. The point at which GPS signal is received is called antenna phase center. Generally, the antenna phase center does not coincide with the physical geometrical center of the antenna. It varies depending upon the elevation and azimuth of the satellite as well as the intensity of the absorbed signal. As a result, additional range error can be expected. അപ്പോൾ സാധാരണ നമ്മൾ ആൻറ്റിനൻ്റെ ഫേസ് സെൻറ്ററിലാണ് എന്ത് വരേണ്ടത്, സിഗ്നൽസ് പതിക്കേണ്ടത്. പക്ഷേ ആ ഫേസ് സെൻറ്ററിൽ പതിക്കാത്തത് കൊണ്ട് എന്ത് നമുക്ക് ചെറിയ ഇറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇററാണെന്ത് ആൻറ്റിന ഫേസ് സെൻറ്റർ വേരിയേഷൻ ഇറർ എന്ന് പറയുന്നത്. The size of the error caused by antenna phase center variation depends upon the antenna type, typically in the order of few centimeters. Due to its rather small size, this error is neglected in most practical cases of GPS application. So, most cases എന്താ ചെയ്യുന്നത്, it is neglected due to the small size of the error. ഇനി റിസീവർ മെഷർമെൻറ്റ് നോയ്സ് ആണ്, അതൊരു ടൈപ്പ് എറർ കോസ് ചെയ്യുന്ന കാരണമാണ്. Receiver measurement noise results from the limitation of the receiver electronics. A good GPS system should have minimum noise level. Zero baseline test is used to evaluate the receiver performance. The test involved using one antenna preamplifier followed by signal splitter that feeds two or more GPS receivers. അപ്പോൾ GPS മെഷർമെൻറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക്സ്, നമ്മുടെ GPS റിസീവറിൻ്റെ ഇലക്ട്രോണിക്സിന് ഉണ്ടാകുന്ന നോയ്സാണ്. അത് ഏറ്റവും ഒരു മിനിമം ലെവലിലായിരിക്കണം. അത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.